15 വയസ്സുകാരനും 37 വയസ്സുകാരനും ഒരുപോലെ പോരടിക്കുന്ന പോരാട്ടം. ഈ IPL-ൽ പ്രായം വെറും നമ്പറാണ് ഭായ്. ഓറഞ്ച് ക്യാപ്പിന്റെ പോരാട്ടം നോക്കാം. 37-കാരനായിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ലോക ക്രിക്കറ്റിന്റെ രാജാവ് സാക്ഷാൽ വിരാട് കോഹ്ലിക്ക് എതിരാളിയായിട്ടുള്ളത് ഒരു 15 വയസ്സുകാരൻ മീശ മുളയ്ക്കാത്ത പയ്യനാണ്. 10ാം ക്ലാസ് എഴുതാത്ത പയ്യനാണ്. സാക്ഷാൽ വൈഭവ് സൂര്യവംശി. ഏലിയൻ ഇന്നിംഗ്സുകൾ കൊണ്ട് പവർ പ്ലേയിൽ വിളയാട്ടം. ഏലിയൻ ആണോ എന്ന് തന്നെ പലർക്കും സംശയമുണ്ട്. ഇനി പർപ്പിൾ ക്യാപ്പിന്റെ പോരാട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ യുവതുർക്കികളായിട്ടുള്ള താരങ്ങളുടെ മുന്നിൽ എതിരിടാൻ നിൽക്കുന്നതെല്ലാം കിഡിലോസ്കി താരങ്ങളാണ്. 35 വയസ്സുകാരനായുള്ള ഹേസൽവുഡും 31 വയസ്സുകാരനായ ആർച്ചറും 35-കാരനായിട്ടുള്ള ഭുവനേശ്വർ കുമാറും ഒക്കെ അവരുടെ കൺസിസ്റ്റൻസിയും പെർഫോമൻസും കൊണ്ട് കയ്യടി നേടിക്കൊണ്ടേയിരിക്കുകയാണ്. 18 വയസ്സുകാരനായിട്ടുള്ള അരങ്ങേറ്റക്കാരൻ പയ്യനെ നിശബ്ദനാക്കിക്കൊണ്ട് ഡൽഹിക്കെതിരായിട്ടുള്ള മത്സരത്തിൽ വിക്കറ്റ് വേട്ട ഭുവനേശ്വർ കുമാർ തുടക്കം കുറിച്ചൊരു രീതിയുണ്ട്. ആ ഒരു ബോൾ മാത്രം മതി ഭുവി എന്ന് പറയുന്ന പേസറിന്റെ നിലവിലെ ഈ പ്രായത്തിലെയും കൺസിസ്റ്റൻസി അടിവരയിട്ട് തെളിയിക്കാൻ. 3 ഓവറുകളിൽ വെറും 5 റൺസ് വഴങ്ങിയിട്ട് 3 വിക്കറ്റുകളാണ്. മറു സൈഡിൽ 4 വിക്കറ്റുകളുമായി ഹേസൽവുഡ്. ഇങ്ങനെ പരിചയസമ്പത്തിന്റെ കൊടുമുടി കയറിയ താരങ്ങളും യുവതാരങ്ങളോടൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ വേഗതയുടെ T20 ഗെയിമിൽ കളം നിറഞ്ഞ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി പരിക്കിന്റെ പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മളെ ഞെട്ടിക്കാൻ ഒരു 7ാം നമ്പറുകാരൻ കൂടി ഇറങ്ങിയേനെ. അങ്ങനെയാണെങ്കിൽ കളിയും കളിക്കളവും വേറെ ലെവലായേനെ. 18, 15, 30, 40 പ്രായം ഏതുമാവട്ടെ, ഇവിടെ തീ പാറുന്ന പ്രകടനങ്ങളാണ്. എന്തായാലും ഈ സീസണിൽ പരിചയസമ്പത്ത് കൊണ്ട് പ്രായം വെറും നമ്പറാണെന്ന് തെളിയിച്ച 30കൾക്കപ്പുറം ക്രിക്കറ്റിൽ പുതിയ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു താരമുണ്ടെങ്കിൽ ആ ഒരു താരം ആരായിരിക്കും? അതുപോലെ തന്നെ യുവത്വത്തിന്റെ പ്രതീകമായിട്ട് നിങ്ങളെ ഇംപ്രസ് ചെയ്ത ഒരു യുവ തുർക്കി ഉണ്ടെങ്കിൽ അതാരായിരിക്കും? ഞാൻ 2 പേരുകളും പറയാം. വിരാട് കോഹ്ലിയെ ഞാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നു. ഈ പെർഫോമൻസ് അല്ല, ഇതിനപ്പുറം ഇനിയും ഒരു 4 കൊല്ലം വിരാട് കോഹ്ലിയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കൺസിസ്റ്റൻസിയുടെ ഫിറ്റ്നസിന്റെ റോൾ മോഡലായിട്ട് അയാൾ അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം അയാളെ സംബന്ധിച്ച് അത് അത്ര ടഫായിട്ടുള്ള ഒരു കാര്യമില്ല. പക്ഷെ ഭുവിന്റെ പെർഫോമൻസ് കിടിലനായിരുന്നു. ഈ സീസണിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത പെർഫോമൻസ് ഭുവനേശ്വർ കുമാറിന്റെ ആവുമ്പോൾ, ആ ഒരു പരിചയസമ്പത്തിൽ ഭുവനേശ്വർ കുമാറിന്റെ ആവുമ്പോൾ, ഒന്ന് ആ 15 വയസ്സുകാരൻ തന്നെ ഏലിയൻ ആണോ എന്ന് നല്ല സംശയമുള്ള ആ 15 വയസ്സുകാരന്റെ വെട്ടിക്കെട്ടുകളാണ്. നിങ്ങളുടെ ഏതൊക്കെയാണ്? കമന്റ് ബോക്സിൽ പറയണേ.